നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് സേനയുടെ ഉറക്കം കെടുത്തിയിരുന്ന മാവോവാദി സംഘത്തിലെ കമാൻഡർ ഉൾപ്പെടെ 3 പേരെ അഴിക്കുള്ളിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൈത്താങ്ങാവാൻ മലയോരം. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച വാട്ടർ ടാങ്ക് കൊതുക് വളർത്തു കേന്ദ്രമാകുന്നു. നിർമ്മാണം പാതി വഴിയിലായ വാട്ടർ ടാങ്കിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും ആവശ്യം. വാർത്തകൾ വിശദമായി. പോലീസ് സേനയുടെ ഉറക്കം കെടുത്തിയിരുന്ന മാവോവാദി സംഘത്തിലെ കമാൻഡർ ഉൾപ്പെടെ 3 പേരെ അഴിക്കുള്ളിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ്. ദക്ഷിണ മേഖല കമാൻഡർ എന്ന് വിശേഷിപ്പിക്കുന്ന CP മൊയ്തീൻ കൂടി പിടിയിലായതോടെ ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ATS. ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് CP മൊയ്തീൻ ATSന്റെ പിടിയിലാകുന്നത്. കഴിഞ്ഞ ദിവസം കാടിറങ്ങിയ മൊയ്തീൻ കൊട്ടിയൂർ അമ്പായത്തോട്ടിലെത്തിയത് മുതൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കൃത്യമായ അന്വേഷണത്തിലാണ് മൊയ്തീനെ കുരുക്കാനായത്. മൊയ്തീൻ ഉൾപ്പെട്ട 4 അംഗ മാവോവാദി സംഘത്തിലെ 3 പേരെയും പിടികൂടാൻ ATSന് കഴിഞ്ഞു. മനോജിനെ എറണാകുളത്ത് വെച്ചും സോമനെ ഷൊർണൂരിൽ വെച്ചുമാണ് പിടിയിലാകുന്നത്. സംഘത്തിൽ അവശേഷിക്കുന്നത് തമിഴ്നാട് സ്വദേശി സന്തോഷ് മാത്രമാണ്. ഇയാൾക്കായും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കണ്ണൂർ, വയനാട് ജില്ലകളിലെ വനമേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന മാവോവാദി ഗ്രൂപ്പിന്റെ നേതാവായ CP മൊയ്തീനെതിരെ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും കോഴിക്കോട് റൂറൽ പോലീസ് സ്റ്റേഷനിലും ധാരാളം കേസുകൾ നിലവിലുണ്ട്. 2019 വയനാട്ടിൽ റിസോർട്ടിൽ പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോവാദി നേതാവ് CP ജലീലിന്റെ സഹോദരനാണ് മൊയ്തീൻ. മുൻപ് വനമേഖല മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘം 1 വർഷത്തിലധികമായി ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയും ആദിവാസി മേഖലകളിലും പിന്നോക്ക മേഖല കേന്ദ്രീകരിച്ചും പ്രവർത്തനം വിപുലമാക്കി. ഇതിനിടയിൽ വനം വകുപ്പുമായും പോലീസുമായും മുഖാമുഖം ഏറ്റുമുട്ടുന്നതിലേക്കും വളർന്നു. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിയുള്ള പോസ്റ്റർ പ്രചരണങ്ങളും ജനവാസ മേഖലയിൽ എത്തി. ആയുധങ്ങളേന്തിയുള്ള പ്രകടനങ്ങളും പോലീസിന് തലവേദനയാണ് ഉണ്ടാക്കിയത്. ആറളം കൊട്ടിയൂർ വന്യജീവി സങ്കേതത്തോടും മാക്കൂട്ടം ബ്രഹ്മഗിരി മലനിരകൾക്കും ഇടയിലുള്ള വനമേഖല ഇവരുടെ സഞ്ചാരപാതയായിരുന്നു. ഇവർ കൊട്ടിയൂർ, കേളകം, ആറളം വനാതിർത്തി ഗ്രാമങ്ങളിലെ കോളനികൾ ഉൾപ്പെടെ എത്തി അരിയും സാധനങ്ങളും വാങ്ങുകയും കൊട്ടിയൂർ, അമ്പായത്തോട്, ആറളം, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ആയുധങ്ങളുമായി പ്രകടനം നടത്തുകയും മാവോവാദി ആശയങ്ങളടങ്ങിയ ലഘുലേഖകൾ പതിപ്പിച്ച് പോരാട്ടത്തിന് ആഹ്വാനം പലതവണ നടത്തിയതും മൊയ്തീന്റെ നേതൃത്വത്തിലായിരുന്നു. അന്നൊക്കെ UAPA പ്രകാരം കേസെടുക്കുകയും തദ്ദേശവാസികളുടെ മൊഴി രേഖപ്പെടുത്തുകയും മാത്രമായിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ആറളം, വയനാട് വനമേഖല കേന്ദ്രീകരിച്ച് പോലീസുമായി ഏറ്റുമുട്ടലുകൾ ഉണ്ടായതോടെയാണ് ഇവരെ അമർച്ച ചെയ്യാനുള്ള പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയത്. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ ഞെട്ടിത്തോട് വനമേഖലയിൽ മാസങ്ങൾക്ക് മുൻപ് പോലീസിലെ മാവോവാദി വിരുദ്ധ സേനയുമായും കേളകം രാമച്ചിയിൽ വനപാലകരുമായും ഏറ്റുമുട്ടലുണ്ടായതോടെയാണ് മാവോവാദികളെ ഏതു വിധേനയും കുരുക്കാനുള്ള പോലീസിന്റെ നടപടിക്ക് ആക്കം കൂട്ടിയത്. ഇതിന്റെ ഫലമാണ് നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി മാവോവാദി സംഘത്തിലെ 3 പേരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. ഇരിട്ടി താലൂക്ക് ആശുപത്രി മുറ്റത്ത് ലക്ഷങ്ങൾ മുടക്കി നിർമ്മിക്കുന്ന കൂറ്റൻ ടാങ്ക് ഇപ്പോൾ കൊതുക് വളർത്തു കേന്ദ്രം. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ കുടിവെള്ളം സംഭരിക്കുന്നതിനായി ലക്ഷങ്ങൾ മുടക്കി ആശുപത്രി മുറ്റത്ത് സ്ഥാപിച്ച ടാങ്കിലാണ് മലിനജലം നിറഞ്ഞ് കൊതുക് വളർത്തു കേന്ദ്രമായി മാറിയത്. ദിനംപ്രതി 100 കണക്കിന് രോഗികളെത്തുന്ന താലൂക്ക് ആശുപത്രിയിൽ മഴക്കാലം കൂടിയായതോടെ രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത്. ഡെങ്കിപ്പനി പോലുള്ള കൊതുകുജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈയൊരു കാലത്ത് ഇത്തരത്തിൽ കൊതുക് വളരാൻ ആശുപത്രിയിൽ തന്നെ സംവിധാനം ഒരുക്കുന്നത് ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാടുനീളെ ശുചീകരണ പ്രവൃത്തികൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ സ്വന്തം മൂക്കിന് താഴെ കൊതുക് വളർന്ന് പലവിധ രോഗം വരുത്തുവാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അധികൃതരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിർമ്മാണം പാതിവഴിയിലായ ടാങ്കിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഇത്തരം പകർച്ചവ്യാധികൾ തടയാനും ബന്ധപ്പെട്ട അധികൃതർ ശ്രമിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. സ്വകാര്യ ബസ്സിൽ നിന്നും ടിക്കറ്റ് മെഷീനും പണമടങ്ങിയ ബാഗും മോഷ്ടിച്ച ആളെ പിടികൂടി. മട്ടന്നൂരിൽ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് പിടികൂടിയത്. ഇരിട്ടി ടൗണിൽ നിന്നും ചെറുപുഴയിലേക്ക് പോകുന്ന ആനന്ദ് ബസ്സിൽ നിന്നാണ് തിങ്കളാഴ്ച രാവിലെ ടിക്കറ്റ് മെഷീനും ചില്ലറകൾ അടങ്ങിയ ബാഗും മോഷണം നടത്തിയത്. നിരീക്ഷണ ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പുറകുവശത്തെ സീറ്റിൽ ഇരുന്നയാൾ മെഷീനും ചില്ലറയടങ്ങിയ ബാഗും എടുത്ത് കടന്നു കളയുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ ബസ്സുടമ ഇരിട്ടി പോലീസിൽ പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച രാവിലെ ഇയാളെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ കണ്ട നാട്ടുകാർ
പോലീസിൽ വിവരമറിയിക്കുകയും മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരട്ടി പോലീസിന് കൈമാറി. ഉത്തർപ്രദേശ് സ്വദേശിയായ വയോധികന്റെ കയ്യിൽ നിന്നും മോഷ്ടിച്ച മെഷീനും പണവും കണ്ടെടുത്ത് ബസ്സുടമയ്ക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. റോഡിലേക്ക് മറിഞ്ഞു വീണ മരം വാഹനങ്ങൾക്ക് അപകടക്കെണിയൊരുക്കുന്നുവെന്ന ഹൈവിഷൻ വാർത്തയിൽ ഇടപെട്ട സണ്ണി ജോസഫ് MLA. അടിയന്തരമായി മരം മുറിച്ചു മാറ്റണമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. വ്യാഴാഴ്ച മരം മുറിച്ചു മാറ്റി ഭീഷണി ഒഴിവാക്കുമെന്ന് റോഡ് ഫണ്ട് ബോർഡ് അധികൃതരും അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ് ഇമ്പാക്ട്. കൊട്ടിയൂർ ക്ഷേത്രത്തിന് മുൻവശത്തെ മലയോര ഹൈവേയിൽ കാറ്റിൽ വീണതും മുറിച്ചുമാറ്റിയതുമായ മരം വാഹനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു എന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഹൈവിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വാർത്ത സണ്ണി ജോസഫ് MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ഹൈവിഷൻ വാർത്ത ഉദ്യോഗസ്ഥർക്ക് അയച്ചു നൽകുകയും അടിയന്തരമായി മരം മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയതായും സണ്ണി ജോസഫ് MLA ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. കൊട്ടിയൂരിലെ ക്ഷേത്ര പരിസരത്ത് ആ റോഡരികിൽ വലിയ കാറ്റിന് വലിയ മരങ്ങൾ കടപുഴകിയ സ്ഥലം ഞാൻ സന്ദർശിച്ചിരുന്നു. അപ്പോൾ തന്നെ അത് സംബന്ധിച്ച് നമ്മൾ സംസാരിച്ചതാണ്. മരങ്ങൾ അപ്പോൾ പഞ്ചായത്തും നാട്ടുകാരെല്ലാവരും ചേർന്ന് തൽക്കാലത്തേക്ക് മുറിച്ച് ഗതാഗത യോഗ്യമാക്കിയെങ്കിൽ പോലും ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ വലിയ തടിക്കഷ്ണങ്ങൾ ബാക്കി നിൽക്കുന്നു. അതുവഴിയുള്ള ഗതാഗതത്തിന് തടസ്സം തന്നെയാണ്. നല്ല വേഗത്തിൽ സൈഡിൽ നിന്നും വാഹനങ്ങൾ വലിയ ബസ്സുകളും ഒക്കെ വരുന്ന റോഡാണ്. അതുകൊണ്ട് മുറിച്ച് റോഡ് ക്ലിയർ ചെയ്യണമെന്നപ്പം തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. പിന്നീട് അതിൻ്റെ പ്രയാസം ഇന്നലെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് ഞാൻ ഈ റോഡ് ഇപ്പം വിമാനത്താവള റോഡായതുകൊണ്ട് റോഡ് ഫണ്ട് ബോർഡിൻ്റെ നിയന്ത്രണത്തിലാണുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അയച്ചു തന്ന മെസ്സേജ് ഞാനപ്പോൾ തന്നെ റോഡ് ഫണ്ട് ബോർഡ് എയ്ക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും കൊടുത്തിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നോട് പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് അത് മുറിച്ചു മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടെന്നാണ്. റോഡിലേക്ക് വീണ മരം വ്യാഴാഴ്ച മുറിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. റോഡിലേക്ക് വീണ മരത്തിന്റെ കുറച്ചു ഭാഗം വെട്ടിമാറ്റിയിരുന്നുവെങ്കിലും ബാക്കിയുള്ള ഭാഗം അതേപടി നിലനിർത്തിയതാണ് അപകടക്കെണിയായത്. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ സഹതടവുകാരന്റെ അടിയേറ്റ ആലച്ചേരി സ്വദേശി മരിച്ചു. കോളയാട് ആലച്ചേരി എടക്കോട്ട സ്വദേശി കരുണാകരനാണ് മരിച്ചത്. 86 വയസ്സായിരുന്നു. കണ്ണൂർ ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. സഹതടവുകാരന്റെ വടികൊണ്ടുള്ള അടിയേറ്റതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇരിട്ടി നഗരസഭയിൽ നിന്ന് ധനാപഹരണ ശ്രമം നടത്തിയ ജീവനക്കാരനെ സംരക്ഷിക്കാൻ നീക്കം നടത്തുന്നതായി BJP ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ഇരിട്ടി നഗരസഭയിൽ നിന്നും ധനാപഹരണം നടത്താൻ ശ്രമിച്ച ജീവനക്കാരനെ സംരക്ഷിക്കാൻ നഗരസഭാ അധികൃതർ ശ്രമിക്കുന്നതായി BJP ഇരിട്ടി ഏരിയ കമ്മിറ്റി ആരോപിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് നഗരസഭയിൽ ക്രമക്കേട് നടന്നത് എന്നാണ് ആരോപണം. അന്ന് ക്യാഷ് കൗണ്ടർ വഴി സ്വീകരിച്ച 2,25,898 രൂപ ക്യാഷ് കൗണ്ടർ ചുമതല വഹിച്ചിരുന്ന ജീവനക്കാരൻ സമയബന്ധിതമായി നഗരസഭാ ഫണ്ടിൽ ഒടുക്കിയിട്ടില്ലെന്ന് ജൂലൈ 23-ന് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നുവെന്നും തുടർ നിർദ്ദേശത്തെ തുടർന്ന് അടുത്ത ദിവസം പണം സൂക്ഷിക്കേണ്ടതില്ലാത്ത ഷെൽഫിൽ നിന്നും ഒരു പൊതിക്കെട്ട് കണ്ടെത്തുകയും പരിശോധനയിൽ തുല്യമായ തുകയാണെന്ന് സ്ഥിരീകരിക്കുകയും നഗരസഭാ ഫണ്ടിൽ വകയിരുത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. പണം കണ്ടെത്തിയതിൽ അസ്വാഭാവികതയും ധനാപഹരണവും കണ്ടെത്തിയതോടെ ഈ പൊതിക്കെട്ട് ഇയാൾ തന്നെ ഇവിടെ കൊണ്ടുവച്ചതാണെന്ന ബോധ്യത്തിൽ മഹസർ തയ്യാറാക്കി ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് വിവരം കൈമാറുകയും ജൂലൈ 25 മുതൽ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ ഉത്തരവ് നൽകുകയും ചെയ്തു. കഴിഞ്ഞ 3 മാസമായിട്ടും ലക്ഷങ്ങളുടെ തിരിമറി നടന്നിട്ടും നഗരസഭാ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടെത്താൻ കഴിയാത്തത് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് BJP ആരോപിച്ചു. ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ വൈകുന്നത് നഗരസഭയുടെ ഒത്തുകളിയാണെന്നും BJP ഇരിട്ടി മണ്ഡലം പ്രസിഡന്റ് സത്യൻ കൊമ്മേരി പറഞ്ഞു. ഇരിട്ടി നഗരസഭയിലെ ക്യാഷ് കൗണ്ടറിൽ വന്ന 2,30,30,000 രൂപ അത് നഗരസഭയുടെ അക്കൗണ്ടിൽ അടക്കാതെ തിരിമറി നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കഴിഞ്ഞ ജൂലൈ മാസം 23-ാം തീയതിയാണ് നഗരസഭയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ആ ഏപ്രിൽ മാസം അടച്ച ഇത്രയും ഭീമമായിട്ടുള്ള തുക നഗരസഭാ അക്കൗണ്ടിൽ വരവ് വെച്ചിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നത്. ഇത്രയും കാലം ഈ ഉദ്യോഗസ്ഥൻ ഈ ഭീമമായ തുക വെട്ടിപ്പ് നടത്തി എന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട്. ഈ ഉദ്യോഗസ്ഥനെതിരെ
ഇയാള് മുന്നും ജോലി ചെയ്ത പാനൂർ നഗരസഭയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നതായിട്ടാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഭാ തലത്തിൽ ഒത്തുകളി നടക്കുകയാണ്. ഈ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ അതാണ് വൈകുന്നത് എന്നാണ് ബിജെപി സംശയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കോട്ട്പ നിയമപ്രകാരം കരിക്കോട്ടക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള സ്കൂളുകളുടെ സമീപത്ത് പുകയില നിരോധിത പ്രദേശങ്ങൾ അടയാളപ്പെടുത്തി. കോട്ട്പ നിയമപ്രകാരം കരിക്കോട്ടക്കരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള സ്കൂളുകളുടെ സമീപത്ത് പുകയില നിരോധിത പ്രദേശങ്ങൾ അടയാളപ്പെടുത്തി. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്കൂളുകളുടെ പരിസരത്ത് പുകയില നിരോധിത പ്രദേശങ്ങൾ അടയാളപ്പെടുത്തിയത്. ഇതനുസരിച്ച് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്നും 100 വാര ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പിടിച്ചെടുത്ത് നശിപ്പിക്കുമെന്നും കോട്ട്പ നിയമപ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ ജേസൺ ടി അറിയിച്ചു. ജെറോം ജോർജ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ശ്രുതി MP, ഫാത്തിമ ഫിദ, അജീഷ് രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാടിന് കൈത്താങ്ങായി ഉളിക്കൽ ഗ്രാമപഞ്ചായത്തും വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ നൽകിയ സ്ഥലത്ത് പഞ്ചായത്ത് വീട് വെച്ച് നൽകും. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ഉളിക്കൽ പഞ്ചായത്തിലെ 2 പേർ 15 സെന്റ് വീതം 30 സെന്റ് സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് കൈമാറി. മാലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ തോമസ് ദേവസ്യ, ഉളിക്കലിലെ റിട്ടയർഡ് അധ്യാപകൻ എണ്ണമ്പ്രായിൽ ജെയിംസ് എന്നിവരാണ് സൗജന്യമായി സ്ഥലം പഞ്ചായത്തിന് കൈമാറിയത്. എൻ്റെ കുടുംബം കൂടെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ തീരുമാനത്തിലെത്തിയിരിക്കുന്ന 15 സെന്റ് സ്ഥലം അവർക്ക് നൽകുവാനായിട്ട് പഞ്ചായത്ത് വഴിക്ക് നൽകുവാനായിട്ടുള്ള തീരുമാനം അറിയിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ വരുന്ന കൂട്ടത്തിൽ ഈ 2 കുടുംബങ്ങൾക്ക് 2 കൊല്ലത്തേക്ക്, അതായത് മാസം 1000 രൂപ വെച്ച്, ഓരോ കുടുംബത്തിനും 1000 രൂപ വെച്ച് 2 കൊല്ലത്തേക്ക് എൻ്റെ ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ വേറെ എന്നുള്ളത്, ഈ കുട്ടികളെ പ്രീ-ഡിഗ്രി അല്ലെങ്കിൽ +2 പഠിക്കുന്നവരെ നിർധനരായിട്ടുള്ള ഈ കുട്ടികൾക്ക് ഡ്രസ്സോ പുസ്തകമോ എന്തെങ്കിലും എൻ്റെ ആയിട്ടുള്ള സഹായം എൻ്റെ പണത്തിൽ നിന്ന്, എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് കൊടുക്കുന്നതാണെന്നും. ഇതുകൂടാതെ 2 കുടുംബങ്ങൾക്ക് 1 വർഷത്തേക്ക് സൗജന്യമായി താമസിക്കുവാനും അവരുടെ ദിവസവുമുള്ള ചെലവിലേക്കുള്ള തുകയും നൽകി. 2 വീടുകൾ നൽകുന്നതിന് ഉളിക്കലിലെ ആധാരമെഴുത്തുകാരൻ അബുബക്കറും സന്നദ്ധത അറിയിച്ചു. ഉളിക്കലിൽ സൗജന്യമായി ലഭിച്ച സ്ഥലത്ത് താമസിക്കുവാൻ താൽപ്പര്യമുള്ള ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്ന 2 കുടുംബങ്ങൾക്ക് വീടും ജീവനോപാധികളും നൽകി അവരെ സ്വീകരിക്കുവാൻ ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PC ഷാജി ഉളിക്കലിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അങ്ങനെ ഉളിക്കലിലേക്ക് വരാൻ ദുരിതബാധിതരായിട്ടുള്ള സഹോദരങ്ങളിൽ ഏതെങ്കിലും 2 കുടുംബങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ അവരെ ഈ പഞ്ചായത്ത് സ്വീകരിക്കാനും അവർക്ക് വേണ്ട വീടും ജീവനോപാധികളും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ബഹുജന സഹായത്തോടു കൂടി ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. 4 കുടുംബങ്ങൾക്കുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമായിട്ടുള്ളത്. മാർക്കറ്റ് വില ലക്ഷങ്ങൾ വിലമതിക്കുന്ന 30 സെൻറ്റ് സ്ഥലമാണ് ഈ 2 മഹത് വ്യക്തികൾ ഇവിടെ നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അതുപോലെ തന്നെ തൻ്റെ കൈവശമുള്ള 2 വീടുകൾ സൗജന്യമായി 1 വർഷത്തേക്ക് താമസിക്കാനും അവരുടെ ദൈനംദിന ചിലവുകൾക്കുള്ള വക കൂടി കണ്ടെത്തി അവരെ സഹായിക്കാനുമുള്ള മനസ്സാണ് അബൂബക്കർ ഹാജി കാണിച്ചിട്ടുള്ളത്. അങ്ങനെ വരുന്ന കുടുംബത്തെ ഇവിടെ ഏറ്റെടുക്കാനും അവർക്ക് വീട് പണിത്, ഈ സ്ഥലത്ത് വീട് പണിത് ജീവിത ഉപാധികൾ കൂടി നൽകി ആ കുടുംബത്തെ ദത്തെടുക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനമാണ് ഉളിക്കൽ പഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അതിനു പുറമെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനും ഉളിക്കൽ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉളിക്കൽ പഞ്ചായത്ത് 5 ലക്ഷം രൂപ നൽകാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OV ഷാജു, പഞ്ചായത്ത് അംഗങ്ങളായ ബാബു ഈസക്, PA നോബൻ, ശ്രീദേവി പുതുശ്ശേരി എന്നിവരും കാരുണ്യ പ്രവർത്തനത്തിന് സന്നദ്ധത അറിയിച്ച ജെയിംസ് എണ്ണമ്പ്രായിൽ, അബൂബക്കർ ഹാജി എന്നിവരും പങ്കെടുത്തു. 2 വീട് 1 വർഷം മുഴുവൻ ഫുള്ളായിട്ട് അവർക്ക് വിട്ടുകൊടുക്കും. അതോടൊപ്പം അവർക്ക് വേണ്ട ദൈനംദിന ചിലവിലേക്ക് ഒരു മാസം ഏറ്റവും ചുരുങ്ങിയത് 6000 എങ്കിലും കൊടുത്തുകൊണ്ട് അവരുടെ ദൈനംദിന ചെലവുകളും കൂടി ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ കുടുംബമടക്കം തീരുമാനിച്ചൊരു കാര്യമാണ്. അത് 1 വർഷത്തിൽ കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ അന്നേരം പ്രസിഡൻ്റുമായിട്ട് ആലോചിച്ച് വേണ്ട സൗകര്യം വീണ്ടും തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ജോർജ് സാർ പറഞ്ഞതുപോലെ അവിടെ താമസിക്കാൻ വരുന്ന
അവരിൽ കുഞ്ഞു മക്കളോ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയുള്ള സഹായം ചെയ്തു കൊടുക്കാം. അതുകൂടാതെ അവർക്ക് രോഗികളോ മറ്റോ ഉണ്ടെങ്കിൽ ആ രോഗികളെ ആസ്പത്രിയിൽ എത്തിക്കേണ്ട കാര്യം, അതോടൊപ്പം അവർക്ക് മരുന്നിൻ്റെ പൈസ അതുകൂടി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. വയനാടിന് കൈത്താങ്ങാവാൻ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി കാരുണ്യയാത്ര നടത്തി ലഭിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി CPIM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജന് കൈമാറി. വയനാടിനൊരു കൈത്താങ്ങാവാൻ CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ പേരാവൂർ ഡിവിഷൻ കമ്മിറ്റി കാരുണ്യയാത്ര നടത്തി കിട്ടിയ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനായി CPM പേരാവൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് M. രാജന് കൈമാറി. വയനാട് ജില്ലയിൽ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രയാസമനുഭവിക്കുന്ന ആ ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുള്ള കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ഒരു സഹായം നൽകുന്നതിന് വേണ്ടി ഇവിടെ സൂചിപ്പിച്ച നിലയിൽ ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ട് അറിയിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ഒരു ദിവസം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച നിലയിലുള്ള തൊഴിലാളികളുടെ പങ്ക് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു 41,560 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി കൈമാറിയത്. ചടങ്ങിൽ CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി KJ ജോസഫ്, KJ ജോയിക്കുട്ടി, ജയപ്രകാശൻ, സനിൽകുമാർ, സതീശൻ, K. രജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാട്ടിലെ ദുരിതബാധിതർക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൈത്താങ്ങ്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് പേരാവൂർ ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൈത്താങ്ങ്. 12ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒരു ദിവസത്തെ വേതനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. ഇവർ സമാഹരിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിനായി മേറ്റ് ഹൈറനീസ, ദേവി എന്നിവർ ചേർന്ന് പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലിന് കൈമാറി. വേതനത്തിൽ നിന്ന് ചെറിയൊരു തുക ഏകദേശം 15,000 രൂപയോളം ഉണ്ടാകുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. CMDRFലേക്ക്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അവരാലോചിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ആഴ്ച വയനാട്ടിലുണ്ടായിട്ടുള്ള വലിയ ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സഹായം അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് 12ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിനും പുറത്തു നിന്നും ഇവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായിട്ടുള്ള സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്. അത് സംഘടനകളുണ്ട്, തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട്, കുടുംബശ്രീയുണ്ട്. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തൊരുമിച്ചുകൊണ്ട് ആ നാടിനെ പുനർസൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ആ വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാവാൻ നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാൻ തയ്യാറായ നിങ്ങളെല്ലാവരെയും പേരാവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി ബാബു തോമസ്, വാർഡ് മെമ്പർ ശൈലജ ടീച്ചർ, മേറ്റ് സാബിറ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. വയനാടിന് ഒരു കൈത്താങ്ങ്. INTUCയുടെ നേതൃത്വത്തിൽ കാക്കിയങ്ങാട് വിളക്കോട് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പണം സമാഹരിക്കുന്നതിനായി സർവീസ് നടത്തി. ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തം ഉണ്ടായ വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് INTUC മുഴക്കുന്ന് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാക്കിയങ്ങാട് വിളക്കോട് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബുധനാഴ്ച കാരുണ്യ ഓട്ടം ഓടിയത്. ലഭിക്കുന്ന മുഴുവൻ കളക്ഷനും ഇതിന്റെ ഭാഗമായി നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വയനാട് മേഖലയിൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്ന, വീടുകൾ നഷ്ടപ്പെട്ട, അതുപോലെ ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങാകാൻ വേണ്ടിയാണ് കാക്കയങ്ങാട് INTUCയുടെ നേതൃത്വത്തിൽ, അതുപോലെ വിളക്കോടും കാക്കയങ്ങാടുമുള്ള INTUCയുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഇന്നത്തെ ഒരു ദിവസത്തെ ഓട്ടം അവിടെ
വീടുകൾ വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്ത് KPCCയുടെ നേതൃത്വത്തിലാണ് ഈ വീടുകളുടെ നിർമ്മാണം നടത്തുക. ആ ഫണ്ടിലേക്കാണ് ഇതിന് നമ്മൾ ഓടിക്കിട്ടുന്ന പൈസ നമ്മൾ കൊടുക്കുന്നത്. ഒരുപാട് പേര് അവിടെ ദുരിതമനുഭവിച്ച് വീടും അതുപോലെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു. അവർക്ക് നമ്മളെപ്പോലുള്ളവർ കൈത്താങ്ങാകണമെന്നാണ് നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ചും അതുപോലെ INTUCയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടതാണ് ഇങ്ങനെയൊരു വാഹനങ്ങളോടി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഈ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ കൊടുക്കണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ 8 മണിക്ക് കാക്കയങ്ങാട് ടൗണിലും അതുപോലെ വിളക്കോട് ടൗണിലും മുഴക്കുന്നിൻ്റെ വിവിധ ഭാഗങ്ങളിലും INTUCൻ്റെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ ഒരു പ്രക്രിയയിലേക്ക് ഭാഗവാക്കാവുകയാണ്. രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്ത വീട് നിർമ്മാണത്തിനായി KPCCക്ക് തുക കൈമാറും. 26 ഓട്ടോറിക്ഷകളാണ് സർവീസ് നടത്തിയത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KP നമേഷ് കുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു. VD ജോസ്, V രാജു, AK ഹസൻ, CK മോഹനൻ, കുഞ്ഞിരാമൻ, CB ജോസഫ്, ജോസിൻ ജെയിംസ്, ഉസ്മാൻ നല്ലൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പായം കരിയാൽ മേഖലയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വീട് നിർമ്മാണത്തിനായുള്ള ചെലവിലേക്ക് ബുധനാഴ്ചത്തെ ഓട്ടം മൂടി. CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് കാരുണ്യയാത്ര നടത്തിയത്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ചിലവിലേക്ക് വേണ്ടിയാണ് പായം കരിയാൽ മേഖലയിൽ സർവീസ് നടത്തുന്ന 20 ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ബുധനാഴ്ചത്തെ കളക്ഷൻ മുഴുവനായും മാറ്റിവെക്കുന്നത്. CITU ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് ധനം ശേഖരിക്കുന്നത്. ഇതിന്റെ ഫ്ലാഗ് ഓഫ് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം K ശ്രീധരൻ നിർവഹിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അങ്ങോളം കേരളത്തിൽ മാത്രമല്ല കേരളത്തിന്റെ വെളിയിൽ നിന്നും ദുരന്തത്തിന് ഇരയായവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള സഹായം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും തങ്ങളാൽ കഴിയും വിധം സഹായിക്കുക എന്നൊരു രീതിയാണ് നാം അവലംബിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 25 വീടുകൾ നിർമ്മിച്ച് നൽകാൻ തീരുമാനിക്കുന്നത്. ആ 25 വീടുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായം വിവിധ രൂപത്തിൽ സമാഹരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി ഈ കരിയാലിലെ ഓട്ടോ തൊഴിലാളികളുടെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനം, ആ മാതൃകാപരമായ പ്രവർത്തനമായിട്ട് ഇന്നത്തെ ദിവസത്തെ അവരുടെ ഓട്ടത്തിൻ്റെ പ്രതിഫലം അത് പൂർണ്ണമായും മുഖ്യമന്ത്രി DYFIയുടെ 25 വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയിലേക്ക് നൽകുകയാണ് എന്നെടുത്ത തീരുമാനത്തെ വളരെയേറെ നേരത്തോടെ സന്തോഷത്തോടെ അഭിനന്ദിക്കുകയാണ്. ഈ പ്രവർത്തനമായിട്ട് ഈ പ്രദേശത്തെ എല്ലാ യാത്രക്കാരും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഔദ്യോഗികമായ പ്ലാൻ നിർവഹിക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. DYFI പായം മേഖലാ സെക്രട്ടറി അജേഷ് നുച്ചിയാടുന്ന് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത്, വിഷ്ണു, ഷിതു കരിയാൽ, റിജേഷ് വത്തിറ, വിമൽകുമാർ, ശശിധരൻ, തങ്കച്ചൻ, ഷിജു, അനുപ്രസാദ്, ഷിബിൻ, ഷമൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. വയനാടിന് കൈത്താങ്ങാവാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന അംഗങ്ങൾ സ്വരൂപിച്ച തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യന് കൈമാറി. സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കണിച്ചാർ പഞ്ചായത്തിലെ ഹരിത കർമ്മസേന അവരുടെ വരുമാനത്തിൽ നിന്ന് 10,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇന്ന് നൽകിയത്. അതിൻ്റെ ചെക്കാണ് ഇന്നിവിടെ പഞ്ചായത്തിൽ അവർ എല്ലാവരും ചേർന്നാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നാട് മുഴുവനും നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവരും എല്ലാം ദുരിതമായി സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ആ ധാരാളം മനുഷ്യർ സഹായത്തിന് വേണ്ടിയുള്ള ഹരിതകർമ്മസേനയുടെ ചെറിയ വരുമാനത്തിൽ നിന്നും അവരുടെ തുകയാണ് അവർ മാറ്റിവെച്ചിട്ടുള്ളത്. അതാണെങ്കിലും ഈ സംരംഭത്തോട് ചേർന്ന് ഹരിതകർമ്മസേന
വീട്ടമ്മയുടെ കരവിരുതിൽ വിരിയുന്നത് മനോഹരമായ ചിത്രങ്ങൾ. കൊട്ടിയൂർ മന്തംശ്ശേരിയിലെ മഠത്തിൽ പറമ്പിൽ ജ്യോതിയാണ് ശാസ്ത്രീയമായി ചിത്രം വര പഠിക്കാതെ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു നൽകുന്നത്. ശാസ്ത്രീയമായി ചിത്രം വര പഠിച്ചിട്ടില്ല, പക്ഷേ ചെറുപ്പം മുതൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയ ജ്യോതിയുടെ കരവിരുതിൽ വിരിയുന്നത് മനോഹരമായ ചിത്രങ്ങളാണ്. കൊട്ടിയൂർ മന്നഞ്ചേരി സ്വദേശിയായ മടത്തിപ്പറമ്പിൽ ജ്യോതി പേപ്പർ കട്ട് ചെയ്ത് നിരവധി ചിത്രങ്ങൾക്കാണ് പിറവി നൽകിയിട്ടുള്ളത്. ചെറിയ പേനക്കത്തി ഉപയോഗിച്ച് പേപ്പറിൽ വരച്ച് അവ കട്ട് ചെയ്ത് ചിത്രങ്ങൾക്ക് രൂപവും ഭാവവും നൽകുകയാണ് ജ്യോതി എന്ന വീട്ടമ്മ. പേപ്പർ കട്ടിങ്ങിന് പുറമെ ചായപ്പൊടി ഉപയോഗിച്ചുള്ള ചിത്രം, ബോട്ടിൽ പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, ലീഫ് ആർട്ട് എന്നിവയും ജ്യോതി ചെയ്തു വരുന്നുണ്ട്. ഇതിൽ പേപ്പർ കട്ടിങ്ങും ചായപ്പൊടി ചിത്രവും മ്യൂറൽ പെയിന്റിങ്ങുമാണ് കൂടുതലായി ചെയ്യുന്നത്. ഒരു വർഷം മുൻപാണ് ബ്യൂട്ടീഷ്യൻ കൂടിയായ ജ്യോതി യൂട്യൂബ് നോക്കി പഠിക്കുന്നത്. ചെയ്യുന്ന വർക്കുകൾ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. ഇത് കണ്ട് നിരവധി ഓർഡറുകളും ലഭിച്ചിട്ടുണ്ടെന്ന് ജ്യോതി തന്നെ പറയുന്നു. ചെറുപ്പം തൊട്ടേ ഞാൻ വരയ്ക്കുമായിരുന്നു, പക്ഷേ ഒരു വർഷമായിട്ടാണ് ഞാൻ കൂടുതലായിട്ട് വരയാനോട് അടുത്ത് നിൽക്കാൻ തുടങ്ങിയത്. അപ്പോൾ പേപ്പർ കട്ടിങ്, ബോട്ടിൽ ആർട്ട്, പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ് ഇതൊക്കെ ഒരു വർഷമായിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. ചെയ്ത വീഡിയോസ് എല്ലാം ഇൻസ്റ്റയിൽ ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. ഓർഡറിനനുസരിച്ച് ചെയ്തു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ്. പേപ്പർ കട്ടിങ്, ലീഫ് ആർട്ട്, ബോട്ടിൽ ആർട്ട്, പെൻസിൽ ഡ്രോയിങ്, ചെറുതായിട്ട് മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ. അത് യൂട്യൂബ് നോക്കിയിട്ടുള്ള അറിയുള്ളൂ, അല്ലാണ്ട് പഠിച്ചിട്ടില്ല. ഒന്നും പഠിച്ചിട്ടില്ല? ഇല്ല, ഒന്നും പഠിച്ചിട്ടില്ല. എന്താ ചെയ്യുന്നത്? ഞാൻ ബ്യൂട്ടി പാർലറിലാണ്. ഇടവേളകളിലാണ് ഇത് ചെയ്യുന്നത്. മകളും ചിത്രം വരയിൽ സജീവമാണ്. മനോഹരമായ ചിത്രങ്ങൾക്ക് പിറവി നൽകുന്നത് വഴി മികച്ച ഒരു വരുമാന മാർഗം കൂടിയാണ് ഇതെന്ന് തെളിയിക്കുകയാണ് ഈ വീട്ടമ്മ. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത നവകേരളം ഏകദിന ശില്പശാല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായാണ് കണിച്ചാർ പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചത്. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ശില്പശാല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡി തോമസിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഹരിതകർമ്മസേന ചെല്ലുമ്പോൾ അതിനോട് മോന്തിരിച്ച് നിൽക്കുന്ന പലരും 50 രൂപ കൊടുക്കണം, അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കൊടുത്തു വിട്ടേക്കാന്ന് വിചാരിക്കുന്ന പല ആളുകളുണ്ട്. നമ്മളോട് പലരും അങ്ങനെ പ്രതികരിക്കാറുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഇപ്പോൾ വലിച്ചെറിയുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. തോടുകളിൽ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം തോടുകളിലോ അരുവികളിലോ അല്ലെങ്കിൽ ജലാശയങ്ങളിലോ എല്ലാം നിക്ഷേപിക്കുന്ന ഒരു പ്രവണത വളരെ കുറഞ്ഞു വന്നിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത് പൂർണ്ണമായി നമുക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. പൂർണ്ണമായി നിർത്തണമെങ്കിൽ ഇവിടെ പറയുന്ന പോലെ നമ്മുടെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ പറയുന്ന പോലെ ബോധവൽക്കരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ പഠനമെല്ലാം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ +2 വരെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, നമുക്കറിയാം നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചുറ്റുപാടും ചെന്നാൽ നിറയെ പ്ലാസ്റ്റിക് കൂടുകളും ലോലിപോപ്പിൻ്റെ പ്ലാസ്റ്റിക് കവറുകളും ധാരാളം ഉണ്ടാവും. അവിടുത്തെ കാനകളിലും തോടുകളിലും ഇത് നിറയായിരിക്കും. പക്ഷേ ഈ കുട്ടികളാണ് ഇവിടുന്ന് +2 കഴിയുമ്പോൾ നേരെ വിദേശത്തെ യൂറോപ്യൻ രാജ്യത്തേക്ക് പോവാണ്. അവിടെ ചെന്നാൽ ഇവരാരും അത് വലിച്ചെറിയുന്നില്ല. കാരണം എന്താണ്? അവിടുത്തെ നിയമം പാലിക്കും എന്ന ഉറപ്പാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, പക്ഷേ അത് പാലിക്കണം എന്നുള്ള ബോധ്യം നമുക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾ ഒന്നും പാലിക്കാതെ പോകുന്നവർ അവിടെ ചെല്ലുമ്പോൾ ഒരു സാധനവും വലിച്ചെറിയുന്നില്ല. അവർ മിഠായി തിന്നാലും അത് കൃത്യമായി അത് വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിച്ച് പോകുന്ന നില സ്വീകരിക്കുന്നവരാണ്.
അപ്പം നമുക്ക് ബോധ്യമില്ലായിട്ടൊന്നുമല്ല, പക്ഷേ നിയമം നമ്മൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ഇവിടെ ഒരു വേസ്റ്റ് വലിച്ചെറിഞ്ഞ ആൾ പിടിച്ച് അത് കേസാക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് നിരന്തരം വിളികളാണ്. പലവിധ ആളുകളും വിളിക്കും. നമ്മൾ ഉദ്ദേശിക്കാത്തവരും ഉദ്ദേശിക്കുന്നവരായ പല ആളുകളും നമ്മളെ വിളിക്കും. എന്താണ്? പലവരും സമ്മതമാണ്, അവരെ ഒന്ന് ഒഴിവാക്കി തരണം, ഇപ്രാവശ്യത്തേക്ക് ഒഴിവാക്കി തരണം. അവർക്കിടെ അറിവില്ലായ്മ കൊണ്ട് നിക്ഷേപിച്ചു പോകണം, വലിച്ചെറിഞ്ഞാന്ന് പറയുന്നത്. അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ നിക്ഷേപിച്ചതാണ് വലിച്ചെറിഞ്ഞെന്ന് പറയുന്ന ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ അറിവില്ലായ്മയല്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും പഞ്ചായത്തിലെ 2 ഓവർസിയർമാരും കൂടെ ഒരു സൈറ്റ് നോക്കി തിരിച്ചു വരുമ്പോഴാണ് കൊളക്കാട് ഭാഗത്ത് വേസ്റ്റ് കിടക്കുന്നുണ്ട്. ഒരു 4-5 ചാക്കുണ്ട്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോജൻ എടത്താഴെ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ VV ബാലകൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ദീപു രാജ്, തോമസ് വടശ്ശേരി, ലിസമ്മ മംഗലത്തിൽ, സുരേഖ സജി, സുനി ജസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. സൽമ ശില്പശാല വിശദീകരണം നടത്തി. ഹൈവിഷൻ ന്യൂസ്, കേളകം. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റിൽ പുതിയ ജനറൽ സെക്രട്ടറിയായി ബിബിൻ ആന്റണിയെ തെരഞ്ഞെടുത്തതായി കേളകം യൂണിറ്റ് പ്രസിഡന്റ് അറിയിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കേളകം യൂണിറ്റ് ഭരണസമിതിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി ബിബിൻ ആന്റണിയെ തെരഞ്ഞെടുത്തതായി കേളകം യൂണിറ്റ് പ്രസിഡന്റ് രജീഷ് ബൂൺ ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മറ്റു ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇവിടുത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തീരുമാനം എടുക്കുകയും ചെയ്തു എന്നുള്ളത് വാർത്താമാധ്യമങ്ങളിൽ കൂടെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംഘടനയെ നയിക്കുന്നതിന് വേണ്ടി, ഇപ്പോഴത്തെ പ്രസിഡന്റിന് കരുത്ത് വരുന്നതിന് വേണ്ടി അതിശക്തനായ ഒരു ജനറൽ സെക്രട്ടറി കൂടെ കടന്നു വരണം എന്നുള്ളൊരു ആഗ്രഹം നിലനിർത്തിക്കൊണ്ട് അത് പുതിയൊരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തുന്നതിനുള്ള അധികാരം ഇപ്പോഴത്തെ പ്രസിഡന്റിന് മാത്രമാണ്, പ്രസിഡന്റ്ഷിപ്പിലിരിക്കുന്നവർക്ക് മാത്രമാണെന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു ജനറൽ സെക്രട്ടറിയെ കണ്ടെത്തി നമ്മൾ ഈ സംഘടനയുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു സന്ദേശം തരുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ആ ജനറൽ സെക്രട്ടറി കടന്നു വരുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കുന്നതിന് വേണ്ടിയും ഈ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയും തന്നെയാണ്. അപ്പോൾ അതിന് സംഘടനയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പുതിയ ജനറൽ സെക്രട്ടറി ആയിട്ട് കടന്നു വരുന്ന ആൾ ബിബിൻ ആന്റണി കടക്കുഴയിൽ. അദ്ദേഹം ഒരുപാട് കാലം ഒരു സർവീസിൽ ജോലി ചെയ്ത ആളാണ്, വ്യാപാരി മെമ്പറാണ് ദീർഘകാലങ്ങളായിട്ട്. അപ്പോൾ അദ്ദേഹം വീണ്ടും റിട്ടയർമെൻറ്റിലേക്ക് വന്നതിന് ശേഷം സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരികയാണ്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. സാധാരണക്കാരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കുന്നത് തന്നെയാണ് ആദ്യ പരിഗണനയെന്ന് ജനറൽ സെക്രട്ടറിയെ ചാർജ് എടുത്ത ബിബിൻ ആന്റണിയും പറഞ്ഞു. ഒരു 2 പഴയ ഭരണസമിതിയുടെ കാലത്തൊട്ടുള്ള ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ഈ ഒരുപാട് പാവങ്ങളുടെ പൈസകൾ ക്യാഷ് സാമ്പത്തികമായിട്ട് കൊടുക്കാനുണ്ട്, ഒരുപാട് അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ബഹുമാന പ്രസിഡന്റ് രജീഷ് ബൂൺ വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു ഓഫീസിൻ്റെ ബിൽഡിംഗ് തന്നെ വിൽക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ പേപ്പറുകൾ മാറ്റിയെടുത്തു. അപ്പോൾ ഇന്നലെ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് ഈ പുള്ളിക്ക് വീണ്ടും ഈ സാമ്പത്തിക പാവങ്ങൾക്ക് കിട്ടാനുള്ള ഒരുപാട് പേർക്ക് പൈസ കിട്ടാനുണ്ട്, അപ്പോൾ അത് പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് ഈ സാമ്പത്തിക പ്രശ്നം തീർക്കാൻ വേണ്ടിയല്ലേ, എന്നാൽ പിന്നെ മാക്സിമം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളിയെ ഞാൻ സമ്മതം അറിയിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ആദിവാസി നഗറുകളിൽ വിതരണം ചെയ്യുന്ന FSP കിറ്റ് വിതരണത്തിന്റെ കേളകം പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നിർവഹിച്ചു. ട്രൈബൽ ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ആദിവാസി നഗറുകളിൽ വിതരണം ചെയ്യുന്ന FSP കിറ്റ് വിതരണത്തിന്റെ കേളകം പഞ്ചായത്ത് തല ഉദ്ഘാടനം വളയഞ്ചാൽ ആദിവാസി നഗറിൽ സംഘടിപ്പിച്ചു. വിതരണ ഉദ്ഘാടനം കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ് നിർവഹിച്ചു. എല്ലാ വർഷവും മഴക്കാലത്ത് നിങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാറുണ്ട്. ഫുഡ് സപ്പോർട്ട് സ്കീം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രകാരം ഈ വർഷത്തെ പല വ്യഞ്ജനങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ സർക്കാർ എല്ലാവരോടുമുള്ള ഒരു കരുതൽ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെയെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് വലിയ സഹായം അവിടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാൻ, ജീവനോടെ രക്ഷപ്പെട്ട മുഴുവൻ ആളുകളെയും സംരക്ഷിക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാർഡ് മെമ്പർ പ്രീത ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സജീവൻ പാലുമി, പഞ്ചായത്ത് അംഗം മനോഹരൻ മരാടി, പ്രൊമോട്ടർമാരായ KS മദീന, PG ശ്രീജ എന്നിവർ സംസാരിച്ചു. ആദിവാസി നഗറിലെ 43 കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. ഹൈവിഷൻ ന്യൂസ്, കേളകം. ദേശീയ ജന്തുരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് വെറ്ററിനറി പോളിക്ലിനിക് ചുങ്കക്കുന്നിന്റെ ആഭിമുഖ്യത്തിൽ കന്നുകാലികൾക്കായി കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു.
ദേശീയ ജന്തുരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് വെറ്റനറി പോളിക്ലിനിക് ചുങ്കക്കുന്നിൻ്റെ ആഭിമുഖ്യത്തിൽ കന്നുകാലികൾക്കായി ആഗസ്റ്റ് 5 മുതൽ സെപ്റ്റംബർ 13 വരെ നടപ്പിലാക്കുന്ന കുളമ്പ് രോഗ നിയന്ത്രണ പദ്ധതി 5ാം ഘട്ടം ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പ് 2ാം ഘട്ടത്തിൻ്റെയും കൊട്ടിയൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം വെറ്റനറി പോളിക്ലിനിക് വെച്ച് നടന്നു. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തിലെ എല്ലാ പിന്തുണയും ഈ പരിപാടിക്കുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലെ കർഷകരെ സംബന്ധിച്ചൊക്കെ ഷാജി മെമ്പർ പറഞ്ഞിവിടെ നമ്മൾ ക്ഷീരമേഖലയെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമ്മുടെ വാർഷിക പദ്ധതി ഇക്കൊല്ലമാണേലും ക്ഷീരമേഖലയ്ക്ക് മാത്രം പൈസ വെച്ചുകൊണ്ട് നമ്മുടെ ഉൽപ്പാദന മേഖലയിലുള്ള മറ്റ് കാർഷിക മേഖലയിൽ വെക്കേണ്ട പൈസകളെല്ലാം മാറ്റിവെച്ച് അത് നമ്മൾ ഹാങ്ങിങ് വെച്ചതിന് വേണ്ടി മാറ്റിവെച്ചേക്കാണ് നമ്മുടെ വന്യമൃഗശല്യം തടയുന്നതിന് വേണ്ടി. അപ്പം അങ്ങനെയാണ് അന്ന് ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്ഷീരമേഖലയിലുള്ള കർഷകർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പൊട്ടേൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബാബു മങ്കുട്ടിൽ, ക്ഷീരസംഘം പ്രസിഡന്റ് അഗസ്റ്റിൻ വർഗീസ്, വിജയരാജൻ, സീനിയർ വെറ്റനറി സർജൻ ഡോക്ടർ PN ഷിബു, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ നാരായണൻ, TP നിഷ, ധന്യമോൾ TR തുടങ്ങിയവർ പങ്കെടുത്തു. ഹൈവിഷൻ ന്യൂസ്, കേളകം. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റും നാട്ടുചിന്തയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ കർക്കിടക ഫെസ്റ്റും നാട്ടുചന്തയ്ക്കും തുടക്കമായി. ആരോഗ്യരക്ഷയ്ക്ക് വിവിധയിനം ഔഷധക്കഞ്ഞികൾ, ഔഷധക്കൂട്ടുകൾ, നാടൻ ഇലകൾ, ഇലക്കറികൾ എന്നിവയോടൊപ്പം കുടുംബശ്രീയുടെ വിവിധ നാടൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും കർക്കിടക ഫെസ്റ്റ് വഴി വിതരണം ചെയ്യുന്നുണ്ട്. കർക്കിടക ഫെസ്റ്റിന്റെയും നാട്ടുചന്തയുടെയും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാന്തി തോമസിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ നിർവഹിച്ചു. കർക്കിടക ഫെസ്റ്റ് നടത്തുന്നത്, അതിനൊപ്പം തന്നെ നാട്ടുചന്തയും നടത്തുന്നുണ്ട്. പച്ചക്കറികളും മറ്റ് സാധനങ്ങളും എല്ലാം ഇവിടെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ CDSകളും ചെയ്യുന്നത് എനിക്ക് തന്നെയാണ് കണിച്ചാർ പഞ്ചായത്തിലെ CDSും ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് കൈപിടിക്കുന്ന അച്ചാറുകളെല്ലാം ഈ കണിച്ചാർ പഞ്ചായത്തിലെ തന്നെ മടപ്പരച്ചാലിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. അവിടെ ഒരു സ്വയം തൊഴിൽ യൂണിറ്റാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ സ്വയം തൊഴിലിൻ്റെ ഭാഗമായി ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു കേന്ദ്രമായി ഇവിടെ കുടുംബശ്രീയുടെ ഈ സംരംഭം മാറുന്നുണ്ട്. അതിന് നാട്ടുകാരുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണ ഇടപെടലുണ്ടാവണം. ഇപ്പോൾ ഇവിടെ കർക്കിടക ഫെസ്റ്റിനുള്ള മരുന്നുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കർക്കിടക സമയത്ത് കഴിക്കാനുള്ള മരുന്നുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതും ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് CDS മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ ഇടപെടലും സഹകരണവും എല്ലാവർക്കും ഉണ്ടാവണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കർക്കിടക ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുള്ള അവസാനം CDS ചെയർപേഴ്സൺ സനില അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ദീപു രാജ്, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് വടശ്ശേരി, കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചരമം പായം കരിയാലിലെ ചാത്തോത്ത് രാജു നിര്യാതനായി 68 വയസ്സായിരുന്നു. ഭാര്യ ലീല, മക്കൾ രഹിൽ രാജ്, റജിൽ രാജ്, മരുമക്കൾ ഡോക്ടർ രസ്ന, ശാന്തിനി. മുതിരേരിവാൾ എഴുന്നള്ളിക്കുന്ന മൂഴിയോട്ടില്ലത്തെ സുരേഷ് നമ്പൂതിരിയുടെ മാതാവ് സാവിത്രി അന്തർജനം അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ ഗോവിന്ദൻ നമ്പൂതിരി, മറ്റു മക്കൾ സുജാത, സുഷമ, സുരേന്ദ്രൻ നമ്പൂതിരി, സുധ, മരുമക്കൾ വെങ്കിടാചലം, നാരായണൻ നമ്പൂതിരി, രാധാമണി, സമ്പൂർണ, കേശവൻ നമ്പൂതിരി. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് വയനാട് തറവാട് ശ്മശാനത്തിൽ. കാക്കയങ്ങാട്ടിലെ ചെട്ടിയാങ്കണ്ടി നിതിൻ അന്തരിച്ചു. 32 വയസ്സായിരുന്നു. വെൽഡിംഗ് തൊഴിലാളിയായിരുന്നു. ഭാര്യ അനിത, മക്കൾ അനിഹ, ഫിദൽ. ഇരിട്ടി എടക്കാനം ചേളത്തൂരിലെ വളുവ ഹൗസിൽ നാരായണിയമ്മ അന്തരിച്ചു. 94 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ കരിന്ത കുഞ്ഞിരാമൻ നമ്പ്യാർ, മക്കൾ ബാലകൃഷ്ണൻ, ശശിധരൻ, മരുമക്കൾ നളിനി, ശൈലജ. കുനിത്തലയിലെ മുതുകുളത്ത് പത്മകുമാരി എന്ന മണി അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഭർത്താവ് ഹരിദാസ്, മക്കൾ ദിവ്യദാസ്, അഞ്ജുദാസ്, ചിഞ്ചുദാസ്, മരുമക്കൾ ദിലീപ, ബാബു, ബിബിൻ. വിപണി റബ്ബർ ഗ്രേഡ് 4 കിലോയ്ക്ക് ഇരിട്ടി 236, പേരാവൂർ 240, കൊട്ടിയൂർ 238. റബ്ബർ ലോട്ട് ഇരിട്ടി 217, പേരാവൂർ 230, കൊട്ടിയൂർ 228. ഓട്ടുപാൽ ഇരിട്ടി 135, പേരാവൂർ 145, കൊട്ടിയൂർ 145. കുരുമുളക് ഇരിട്ടി 625, പേരാവൂർ 630, കൊട്ടിയൂർ 635. കൊട്ടടയ്ക്ക ഇരിട്ടി 320, പേരാവൂർ 320, കൊട്ടിയൂർ 320. നീ വന്നു അഴകേ, പത്തരമാറ്റിൻ സ്വർണ്ണച്ചേലിൽ ഒരുങ്ങി
ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പേരാവൂർ ആൻഡ് കേളകം. സ്വർണം ഗ്രാമിന് 6350, വെള്ളി 10 ഗ്രാമിന് 850. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസ് സേനയുടെ ഉറക്കം കെടുത്തിയിരുന്ന മാവോവാദി സംഘത്തിലെ കമാൻഡർ ഉൾപ്പെടെ 3 പേരെ അഴിക്കുള്ളിലാക്കിയതിന്റെ ആത്മവിശ്വാസത്തിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൈത്താങ്ങാവാൻ മലയോരം. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച വാട്ടർ ടാങ്ക് കൊതുക് വളർത്തു കേന്ദ്രമാകുന്നു. നിർമ്മാണം പാതി വഴിയിലായ വാട്ടർ ടാങ്കിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നും ആവശ്യം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.